സമസ്ത ശതാബ്ദി സന്ദേശയാത്ര സമാപിച്ചു. തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടക്കുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുന്നി ആദർശവിരുദ്ധമായി ഒന്നും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, എന്നിട്ടും ഉപദ്രവിക്കപ്പെടുകയാണെന്നും സമാപന സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കണം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികളും എഴുതുന്നതും മറ്റതൊക്കെ കൊടുക്കും. ഇതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന. ടി അനീസ് അലി ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. അനീസ് അലി, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിടുന്ന അദ്ദേഹം പറയുമ്പോൾ എന്ത് തരത്തിലുള്ള അധിക്ഷേപമാണ്, എന്തിനാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്? ജിന, ഈ സമസ്ത 100ാം വർഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ശതാബ്ദി സന്ദേശയാത്ര അതിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കർണാടകയിലെ ബംഗളൂരുവിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹം ആ സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല, പക്ഷേ വിവരങ്ങളെല്ലാം താൻ അറിയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ അധിക്ഷേപകരമായ പല പരാമർശങ്ങളും നടത്തുന്നുണ്ട്. തെറി വിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ആദർശ വിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അത് തനിക്ക് ഏറെ വിഷമമുണ്ടാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വലിയൊരു ഭാഗവും മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില കാര്യങ്ങൾ കുറെ കൂടി വൈകാരികമായിട്ട് അദ്ദേഹം പറയുന്നതായിട്ടാണ് ആ സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, താൻ സുന്നി ആദർശവിരുദ്ധമായി ഒന്നും സംസാരിച്ചിട്ടില്ല, സുന്നി ആദർശവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം മനുഷ്യർ അത് വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവരോടൊക്കെ നല്ല ബന്ധം താൻ കാത്തു സൂക്ഷിക്കാറുണ്ട്. മാത്രമല്ല, അദ്ദേഹം അണികളോട് പറയുന്നത്, അങ്ങനെ മനുഷ്യർക്കിടയിൽ ജീവിക്കണം, മനുഷ്യരോട് നല്ല ബന്ധമുണ്ടാവണം, അവരുടെ തെറ്റായ ആദർശങ്ങളോടൊക്കെ വിയോജിപ്പും വിമർശനങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ മനുഷ്യർ എന്നർത്ഥത്തിൽ മനുഷ്യരോട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അത് ഇപ്പോഴും താൻ അങ്ങനെ സ്വീകരിക്കാറുണ്ട്. അതേസമയം സുന്നി ആദർശവിരുദ്ധമായി ഒരു നിലപാടും താൻ സ്വീകരിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. എല്ലാ വേദികളിലും കൃത്യമായ ബോധ്യത്തോടെയാണ് താൻ സംസാരിക്കാറുള്ളത്. എന്നിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വേട്ടയാടപ്പെടുന്നു. അത് താൻ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിനും ഇടയിൽ ഒരു ഇടയില്ല എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. താൻ ആക്രമിക്കപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾ സൂക്ഷിക്കണം എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ജീന.